എവിടെ വന്നേക്കണേ പേടിയണ്ട. കാവടി തുള്ളിയാണ് ഈ പോണതെങ്കിലും പോയതുപോലെ തന്നെ തിരിച്ചു വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നടന്നില്ല. പോണോ എന്ന് കുറേ തവണ ആലോചിച്ച് അങ്ങനെ അവസാനം എടുത്ത തീരുമാനമാണെന്ന് പോയേക്കാം. കാര്യം ആരാണ് ജീവിതത്തിൽ ഒരു ചലഞ്ച് ഏറ്റെടുക്കാത്തത്? അത്ര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ലെങ്കിലും ഞാൻ ഇന്നേ വരെ ഒരു ഹൊറർ ഫിലിം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. ചേട്ടൻ കുറേ തവണ എന്നോട് ചോദിച്ചു പോകേണ്ടതെന്ന്. ഞാൻ പറഞ്ഞ് കണ്ണുപൊത്തിയിരിക്കാൻ എന്തിനാണ് വെറുതെ ടിക്കറ്റ് കാശ് കളയണമെന്ന് വിചാരിച്ചിട്ടാണ് പോകാതിരുന്നത്. പക്ഷേ രണ്ടും കൽപ്പിച്ചതാ ഞങ്ങൾ പോയി. എന്ത് വന്നാലും ഞാൻ ധൈര്യത്തോടെ നേരിടും, കണ്ണുപൊത്തി ഇരിക്കില്ല എന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ ഒരുപാട് റിവ്യൂ കണ്ടതുകൊണ്ടാവാം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോൾ ആക്ച്വലി ഞങ്ങൾ വേറൊരു ഫംഗ്ഷന് പോയി വരുന്ന വഴിയാണ് കേട്ടോ. പോയിട്ട് അതിനെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിതാ അടുത്തുള്ള മാളിലേക്കാണ് പോണത്. എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ, നല്ലോണം തൊണ്ട പറ്റിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു സർബത്ത് കുടിച്ചിട്ടാണ് ഇതേ സിനിമക്ക് പോണത്. ശ്രീമോനെ എവിടെ പോണേ? പേടിണ്ടാ? പേടിക്കോ? നടന്നിട്ട് നീങ്ങണില്ലല്ലോ. കുഞ്ഞാറ്റെ ഹൊറർ ഫിലിം ഫ്രീ വൺ ഇതാണ്. അത് നീ അകത്തേക്ക് അടിക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഏത് കടന്നെ പോകണം? എനിക്ക് നല്ല പേടിയുണ്ട്, നോക്കണ്ട. പ്രേതപടത്തിൽ പൊതുവെ രാത്രിയാവണമെന്ന് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഒട്ടുമിക്ക സീനിലും ഞാൻ കണ്ണൂത്തിയാണ് ഇരുന്നത്. സിനിമ എങ്ങനെയുണ്ട്? ഒറ്റ സീനിൽ ഇത് അമ്മ സത്യം ഒറ്റ സീനിൽ പോലും ഞാൻ ഷോട്ട് കേട്ടില്ല. രാത്രി കാണിക്കുന്ന സീനിലൊക്കെ ഞാൻ കണ്ണുപൊത്തിയാണ് ഇരുന്നത്. ചേട്ടൻ്റെ പേടി മറക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ സംസാരിക്കുന്നതേ ഇഷ്ടമല്ല. പക്ഷേ ചേട്ടൻ്റെ പേടി ഡൈവേർട്ട് ചെയ്തതാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നേ. വീട്ടിൽ വന്നപ്പോൾ ചേച്ചിയും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അതിന് വളരെ ഹാപ്പി ആയിരുന്നു. അതിന് കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. സാധാരണ ഞങ്ങൾ നേരത്തെ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് വെച്ചത്. പക്ഷേ അതിനൂന് ഇപ്പം എൻ്റെ വീട്ടിലാക്കിയിട്ട് പോയതിന് ശേഷം ഞങ്ങളങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ നിൽക്കാറില്ല കേട്ടോ. വേഗം തന്നെ കൊച്ചിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരും. അവനാണെങ്കിൽ വിളിച്ചിട്ടും വരണുണ്ടായിരുന്നില്ല. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കളിക്കായിരുന്നു അവിടെ ഇരുന്നിട്ട്. പിന്നെ എങ്ങനെയെങ്കിലുമാണ് പൊക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.